ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശാന്തനായ ഭർത്താവും വായാടിയായ ഭാര്യയും. എന്തൊരു ദുസ്സഹമാകുന്ന കോമ്പിനേഷൻ എന്നുള്ളതാണ്. ഇത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 20-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയുടെ കൂടെ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ദുസ്സഹമാകുന്ന ഒരവസ്ഥയായിട്ട് മാറാം. വായാടിത്തമുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ അവരെവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതിന്റെ സംഭവം ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഒരു വിദേശത്തായിരുന്നപ്പോഴാണ് ഒരു സ്ത്രീ, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവരെന്നെ വിളിച്ചു, അച്ഛൻ ഫ്രീ ആണോ, 2 മണിക്കൂർ നേരത്തേക്ക് വീട്ടിലേക്ക് ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു എന്താ? എൻ്റെ ഭർത്താവിൻ്റെ ഒരു പഴയ പ്രൊഫസറാണ്, അവരിങ്ങനെ വിസിറ്റ് ചെയ്തു. ആ പ്രൊഫസറിന്റെ ഒരു പ്രത്യേകത, വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ മനുഷ്യനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയാണ്, എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല, പുള്ളിക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ വരുവാണെങ്കിൽ 1-2 മണിക്കൂർ ഈ പുള്ളി പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവിന് ആ സമയത്തെങ്കിലും ഒരു റിലീഫ്, ഒരു സമാധാനം കിട്ടുമല്ലോ. എന്തൊരവസ്ഥയെന്ന് ഞാൻ ഓർത്തു. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വേറൊരു സംഭവം, കുടുംബനാഥൻ ഇച്ചിരി ഓവർ ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ വർത്താനം പറയാൻ ചാൻസ് കിട്ടിയ അത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ വർത്താനം പറയും. ഒരിക്കൽ ആ വീട്ടിലേക്ക് വേറൊരാൾ വന്നു. പുള്ളി ഇതുപോലെ തന്നെ ഓവർ ടോക്കറ്റീവാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളോട് ചോദിച്ചു, അദ്ദേഹം എങ്ങനെയുണ്ട്? ഉടനെ കുടുംബനാഥൻ പറഞ്ഞൊരു കാര്യം, ആ മനുഷ്യൻ മറ്റുള്ളവരെ മിണ്ടാൻ പോലും സമ്മതിക്കത്തില്ല. ഈ പുള്ളിയുടെ അവസ്ഥ പുള്ളി തിരിച്ചറിയുന്നില്ല. പുള്ളി ആഗ്രഹിച്ചതുപോലെ പുള്ളിക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ വർത്തമാനം കാരണം ബാക്കിയുള്ളവർക്ക് മിണ്ടാൻ പോലും പറ്റിയില്ല. ഓവർ ടോക്കറ്റീവ്, വായാടിത്തം, അത് മറ്റുള്ളവരെ എത്രമാത്രം അസ്വസ്ഥരാക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വചനം പറയുക, ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയുടെ കൂടെ കഴിയുന്നത്, അല്ലെങ്കിൽ വായാടിയായ ഭർത്താവും ശാന്തയായ ഭാര്യയും, ഏത് കോമ്പിനേഷൻ ആണെങ്കിലും അത് വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നതിന് തുല്യമാണ്. ചെറുപ്പക്കാർ മണൽക്കുന്ന് കയറിയാൽ എന്ത് പാടാണെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ വൃദ്ധന്റെ കാര്യം ഇത് അത്ര ദുസ്സഹമായ ഒരു കാര്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിത് മനസ്സ് വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കണ്ടെത്താം വചന വെളിച്ചത്തിൽ. ഒന്നാമത്തെ കാര്യം, വായാടിത്തം പാപം വർദ്ധിപ്പിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 10:19, വാക്കുകൾ ഏറുമ്പോൾ പാപം വർദ്ധിക്കും. കൃത്യമായിട്ട് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. അനാവശ്യമായിട്ട് നമ്മൾ സംസാരിച്ചാൽ അത് പാപം വർദ്ധിപ്പിക്കും. സുഭാഷിതങ്ങൾ 9:13 വചനം പറയുന്നത്, ഭോഷത്വം വായാടിയാണ്, അല്ലെങ്കിൽ വായാടിത്തമുള്ളവര് ഭോഷരാണ്. വീണ്ടും 10-ാം അധ്യായം 8-ാമത്തെ വചനം, വായാടി നാശമടയും. ഇതെല്ലാം ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ 8:3 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വായാടിയോട് വാദിക്കാൻ പോകരുത്. അങ്ങനെയുള്ള ചില വ്യക്തികളോട് നമ്മൾ എത്ര വാദിച്ചെന്ന് പറഞ്ഞാലും അവര് വിട്ടുകൊടുക്കത്തില്ല. അതാണ് അവരുടെ സ്വഭാവം. ജെറമ്യാ 46:17 പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഫറവോയെക്കുറിച്ച്. ഫറവോയ്ക്ക് പറ്റിയ പേര്, അവന് കൊടുക്കാവുന്ന ഒരു ടൈറ്റിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവസരം പാഴാക്കിയ വായാടി. അങ്ങനെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. സഭാപ്രസംഗൻ 10:14 വായിച്ചാൽ, അതിഭാഷണം നിനക്ക് ഇണങ്ങുന്നതല്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകരുത്. പ്രഭാഷകൻ 20:5 വചനം കൂടി എടുത്താലോ, അതിഭാഷി, ഓവർ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വെറുക്കപ്പെടും. മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ ഒരു കാര്യം മൂലം നാം വെറുക്കപ്പെടും എന്ന് മത്തായി 6:7 വചനം എടുത്താൽ അത് അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയിൽ അതിഭാഷണം വേണ്ട. അത് പ്രാർത്ഥനയിലാണേലും നമ്മുടെ സാധാരണ സംസാര സമയത്താണേലും അതിഭാഷണം വേണ്ട, അത് പാപകരമാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്, മിതത്വം എവിടെയും നല്ലതാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാലൻസ് കീപ്പ് ചെയ്യുക, സംയമനം പാലിക്കുക, മിതത്വം ഉണ്ടാവുക, അതെപ്പോഴും നല്ലതാണ്. തീത്തോസ് 2:2 പറയുന്നുണ്ട്, പക്വതയുടെ സൂചനയാണ് മിതത്വം. യോഹന്നാൻ 21:18 വായിക്കുമ്പോൾ പക്വതയുടെ ഒരു സൂചനയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇഷ്ടം വിട്ടിട്ട് നീ കൈകെട്ടി നിന്ന് കർത്താവിന്റെ ഇഷ്ടം സ്വീകരിക്കുന്നു. അത് പക്വതയുടെ ഒരു സൂചനയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രഭാഷകൻ 31:21 വചനം. അവിടെ പറയുന്നത്, മിതമായി ഭക്ഷിച്ചാൽ സുഖനിദ്ര ലഭിക്കും. മിതത്വം ഭക്ഷണത്തിൽ നമ്മൾ കൊണ്ടുവരണം. പ്രഭാഷകൻ 31:27 വായിച്ചാൽ, മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. പ്രഭാഷകൻ 26:14 വായിക്കുമ്പോൾ, മിതഭാഷിണിയായ ഭാര്യ ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്, ദാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മിതത്വം നമുക്ക് വളരെ നല്ല ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ മിതത്വം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ പല അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. പ്രഭാഷകൻ 37:30-31 വായിച്ചു കഴിഞ്ഞാൽ, അമിതാഹാരം
ഭക്ഷണത്തിന് ഒരു നിയന്ത്രണം നമ്മൾ വെക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാര്യം രോഗം, മരണം, ഇതെല്ലാം അതുമൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. സഭാപ്രസംഗൻ 10:12 അമിത സമ്പാദ്യം അത് നമ്മുടെ ഉറക്കം കെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 23:4 അമിതാധ്വാനം അരുത്. അതിന് അങ്ങനെ ഒരു പ്രലോഭനം വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു വിവേകം നിനക്കുണ്ടാകണം. പ്രഭാഷകൻ 21:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അമിത സാമർഥ്യം അത് വേണ്ട, അത് മറ്റുള്ളവരിൽ നീരസം ഉണർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട് അധികമായ അമൃതും വിഷം എന്നുള്ളതാണ് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ ഭോഷന്മാരുടെ മാറ്റവും മാനസാന്തരവും ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.